ഇന്നത്തെ പണി നമുക്ക് ഓട് റീസെറ്റിംഗ് ആണ്. റിനോവേഷൻ്റെ ഭാഗമായിട്ട് എടുത്തു മാറ്റിയ ഓടുകളാണ്. അപ്പോൾ അതങ്ങോട്ട് വെക്കാനാണ് പരിപാടി. സെറാമിക് ഓടാണ്. അപ്പോൾ ഒരുപാട് ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. എന്നിട്ടൊരു ഭാഗത്തിന് ശേഷമാണ് ഈ ബാക്കിയുള്ള ഭാഗമാണ് നമ്മൾ ഇടുന്നത്. അതാണ് ഇത് പൊടിയും സിമെൻറ്റൊക്കെ അത്യാവശ്യമായിട്ടുണ്ട്. സെറാമിക് ഓട് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇത് കാണിക്കുന്നത്. ഇതൊരു 8 വർഷം മുന്നേ ഓട് മേഞ്ഞ വീടാണ്. അത് റീവർക്കായിട്ട് എടുത്ത് വെച്ചതാണ്. ഇനിയിപ്പോൾ ആ ഓടാണ് നമുക്ക് വിരിക്കാൻ കാണിച്ചു തരുന്നത്. സംഭവം എന്താ വെച്ചാൽ അന്നത്തെ നമ്മൾ കോൺക്രീറ്റാണ് നെട്ടിന്ന്. ആ കോൺക്രീറ്റാണ് തുരുമ്പ് പിടിച്ചിട്ട് അത് റെസ്റ്റ് പിടിച്ചിട്ട് അത് വികസിച്ചിട്ട് ഓടിൻ്റെ സ്റ്റമ്പ് പൊട്ടിപ്പോവുകയാണ്. അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അത് തട്ടിയെടുക്കാനും വലിയ പാടാണ്. അത് ദ്രവിച്ച് പോയിക്കണം. അപ്പോൾ അതിന് നമ്മൾ ഉപയോഗിക്കേണ്ട ആണി എന്താ വെച്ചാൽ ഏത് സെറാമിക് ഓട് ഏത് ഇടണമെങ്കിലും നമ്മൾ ഉപയോഗിക്കേണ്ട ആണി അലുമിനിയത്തിൻ്റെ ആണിയുണ്ട്. കുറച്ച് റൈറ്റ് കൂടും, പക്ഷെ എന്നാലും ഒന്നും തുരുമ്പ് പിടിക്കുക അങ്ങനെ ഒന്നും സംഭവിക്കില്ല. അതാണ് ഈ ആണി. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള കാര്യം, ഇത് എവിടെ ഓടിടുമ്പോഴും ഈ ആണി ഉപയോഗിക്കരുത്. ഇത് ആണി ഉപയോഗിച്ച ഇതാണ് ഇപ്പോൾ ആണിൻ്റെ അവസ്ഥ. റെസ്റ്റ് പിടിച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാനുള്ള ആണി ആണ് ഈ അലുമിനിയത്തിൻ്റെ ആണി. ഈ കാണുന്ന ആണിയാണ് അലുമിനിയത്തിൻ്റെ ആണി. ഇതല്ല കയ്യിലുള്ള ആണി. ഇതാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. ഓട് എവിടെ ഇടുകയാണെങ്കിലും ചെറിയ റേറ്റിന് മാറ്റം ഉണ്ടാവും, എന്നാലും നമുക്ക് ലൈഫ് ടൈം വാറണ്ടി കിട്ടും. അപ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട ആണി അലുമിനിയത്തിൻ്റെ ആണിയാണ് എവിടെ ഓട് വിരിക്കണമെങ്കിൽ. പിന്നെ നമ്മളിതാ എല്ലാ ഓടിനും ഉണ്ട് പ്രശ്നങ്ങൾ. ആണി അതിൻ്റെ ഉള്ളിൽ നിന്ന് ഊരാതെ ഇട്ടിട്ട് ആണി തുരുമ്പ് പിടിച്ചിട്ട് ഇതായി കോലായിട്ടുണ്ട്. പിന്നെ മെല്ലെ മെല്ലെ തട്ടുമ്പോൾ സൈഡും പൊട്ടിപ്പോയിട്ടുണ്ട്. അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ എടുക്കേണ്ടത്. അങ്ങനെ ഓടിൻ്റെ വിരി തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് വിരിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആദ്യം വിരിച്ചു പോയതുകൊണ്ടാണ് പ്രശ്നം. എന്താണെന്ന് വെച്ചാൽ മറ്റു മുന്നിൽ നിന്ന് 4 വരി എടുത്ത് 4 5 വരി ഉണ്ടെന്ന് ബാക്കി കട്ട് ചെയ്ത് ഒഴിവാക്കിയതാണ്. ബാക്കിയുള്ള വരികൾ നമ്മൾ ഇടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ നേരെ ഇട്ട് പോകണം. അങ്ങനെ ഇപ്പോൾ ഉള്ള ചില ഓടിനൊന്നും മറ്റേ ആണി എടുക്കാൻ പറ്റാത്ത പോലത്തിലാണുള്ളത്. ആണിയും പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറേ വിഷയങ്ങളുണ്ട്. ഏകദേശം നമ്മൾ ആ സൈഡ് നമ്മൾ വിരിച്ച് പോയി. ഇനിയിപ്പം മൂല വെക്കാണ്ട് ആ പഴയ മൂല എടുത്തിട്ട് വേണം നമുക്ക് പുതിയ നമ്മൾ PVC വെക്കാൻ. കാരണം ഇത് ആ പഴയ കാലത്ത് സിലിക്കോണിൽ ഒട്ടിച്ച് വെച്ചതാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ വെക്കുമ്പോൾ എന്തായാലും അത് എടുക്കേണ്ടി വരും. എടുത്തിട്ട് നമ്മൾ PVC പൈപ്പ് വെച്ചിട്ടാണ് നമുക്ക് ആ മൂല വെക്കാനുള്ളത്. കാരണം ഇനിയിപ്പോൾ അങ്ങനെ വെക്കുള്ളൂ. മറ്റേ അന്നത്തെ കാലത്ത് ഒരു സിലിക്കോണിൽ ഒട്ടിച്ച് ഓരോ ഓട് ഒട്ടിച്ച് പോയതാണ്. ഇപ്പോൾ അങ്ങനെ കഴിയായില്ല. പിന്നെ അത് വെക്കണി കുറച്ച് ഇറങ്ങുക. അപ്പോൾ അതിനായിട്ട് എളുപ്പം നമുക്ക് PVC ആദ്യം വെച്ചിട്ടാണ് വെക്കാൻ. അപ്പോൾ നമുക്ക് ഇനി ഈ സൈഡ് വെക്കാനുള്ളത് ഈ സൈഡിൽ നിന്ന് എടുത്ത വരികളാണിത്. ഇവിടെ ബാക്കിയുള്ളടത്ത് അടിയൊക്കെ പ്ലാസ്റ്റിക് ഒക്കെ ചെയ്തിട്ടുണ്ട്. സ്ലോപ്പാക്കി വെള്ളം പോകുന്ന രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അവിടെയൊക്കെ ഒക്കെ സെറ്റ് ചെയ്യാണ്ട് അയച്ചിട്ടതോ ആയതുകൊണ്ട് കുറച്ച് ഭാഗങ്ങൾ 2 വരി വെക്കാനുള്ളൂ. എന്നാലും അതിൻ്റെ മൂലമൊക്കെ സെറ്റ് ചെയ്യാണ്ട് ഇവിടെ തേപ്പ് കഴിയുന്നതുകൊണ്ട് ഇനി പ്രശ്നമില്ല. ഇനി നമുക്ക് ഇത് വിരിച്ച് പോകാം. മറ്റേത് തേപ്പ് കഴിയാത്തതുകൊണ്ട് വിരിക്കാത്തതാണ്. അപ്പോൾ ഇനി ഈ സൈഡിൽ ഒരു ഭാഗം ചുമര് കൂട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്നുള്ള കാഴ്ച ഇതാണ് വീടിൻ്റെ. അത് റിനോവേഷൻ്റെ ഭാഗമായിട്ട് മുന്നിലെ ഫ്രണ്ട് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ചാട്ടുണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ അതാ നമ്മൾ ഇനിയിപ്പോൾ ഈ ഭാഗം മൂലൊക്കെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ PVC വെച്ചുകൊണ്ട് മൂല വെക്കണം. ആ സിലിക്കോണിൽ വെച്ചത് ആദ്യം വെച്ചത് എടുക്കുകയാണിത് സംഭവം. എടുക്കാതെ പറ്റില്ല നമുക്ക്, കാരണം ഇത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ സൈഡിൽ ഇടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഷീറ്റ് വിരിക്കണം. വെള്ളം ഉള്ളിലേക്ക് പോകാതെ വെക്കാൻ നമ്മൾ അലുമിനിയം ഷീറ്റ് അത് വിരിച്ചിട്ടാണ് അതിൻ്റെ മേലെയാണ് ഇനി അടുത്ത ഓട് വരൽ. അപ്പോൾ എന്നാൽ വെള്ളം ഈ നേരെ സ്ലാബിലേക്ക് വന്ന് പോകും. മറ്റേ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെയും വെള്ളം ഉള്ളിലേക്ക് വരണം. അതുകൊണ്ടൊരു ഷീറ്റ് വിരിച്ചിട്ടുണ്ട്. ഷീറ്റ് വിരിച്ച് കഴിഞ്ഞപ്പോൾ ആ ലാസ്റ്റത്തെ വരിയിൽ വീണ ഷീറ്റിൽ വീണിട്ട് നേരെ ഈ നിലത്ത് വീണിട്ട് അങ്ങനെയാണ് ഒലിച്ചു പോകുക. അവിടെ സ്ലോപ്പാക്കിയതാണ്. അതുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല. സ്ലോപ്പാക്കിയതുകൊണ്ട് വെള്ളം അതിൻ്റെ മട്ടത്തിൽ അങ്ങനെ വെച്ചിട്ട് അപ്പോൾ അങ്ങനെ സെറ്റാക്കിയിട്ട് ആ പട്ടികയുമ്പോൾ കയറ്റി വെച്ചിട്ടുണ്ട്. പട്ടികയുമ്പോൾ കയറ്റി നമ്മൾ ഡ്രില്ല് ചെയ്യണേ. ഡ്രില്ല് ചെയ്യാൻ നമ്മൾ ടൈറ്റ് ചെയ്യണം. ടൈറ്റ് വെച്ചിട്ട് ആ ഇതിന്മേൽ നമ്മളെ ഷീറ്റ് ഡ്രില്ല് ചെയ്ത് പിടിപ്പിക്കുകയാണ്. എന്ന് വെച്ചാൽ അതിൻ്റെ ഇളകൂല. കാലം കൊണ്ട് എന്തെങ്കിലും സംഭവിച്ചാൽ കീഞ്ഞ് പോവുകയാണെങ്കിൽ അതൊരു വിഷയമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മറ്റേ ടൈറ്റ് വെച്ചിട്ട് സ്ക്രൂ അടിക്കുകയാണ്. സ്ക്രൂ അടിച്ച് ഇനി പ്രശ്നമില്ല. ഇനി ഒരു കാലത്തും അത് കീഞ്ഞ് പോവില്ല. മറ്റേ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ആദ്യം എന്തെങ്കിലും ചിത്രൻ്റെ വലിക്കുന്ന ടൈമിൽ കീഞ്ഞ് പോകാൻ സാധ്യതയുണ്ട്. എന്നിട്ട് അതിൻ്റെ മേലെ ഓട് കൊളുത്തുണ്ട്. അപ്പോൾ ഈ ഓടിൻ്റെ മേലേക്ക് വീണ വെള്ളം നേരെ ഷീറ്റിൽ തട്ടിക്കാണ്ട് നേരെ നമ്മളെ
നിലത്ത് പോയിക്കും. പിന്നെ അത് അവിടെ നിന്ന് വലിച്ചിട്ട് പൈപ്പിലോട്ട് പോകുന്ന സെറ്റപ്പിലാണ്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ ഒരു പേടിയില്ല, ഒരു ലീക്കോ കാര്യങ്ങളൊന്നും വരില്ല. മറ്റേ സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ വെച്ചാൽ തുമ്പമൂട് ഇറങ്ങിയിട്ട് വെള്ളം ഉള്ളിലോട്ട് പോകും. അപ്പോൾ അത് താഴത്ത് എല്ലാ ഓടും ഇതേപോലെ തന്നെ, ഒരു പകുതി ഓടിൻ്റെ പകുതിയിലില്ലെങ്കിലും പകുതിൻ്റെ അടുത്ത് കണ്ടുകൊണ്ട് ഓടുമ്പോഴൊക്കെ റെസ്റ്റ് പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അതൊക്കെ തട്ടിയിട്ട് വേണം വെക്കാൻ. ചിലത് തട്ടിയിട്ട് കിട്ടുന്നുണ്ട്, ചിലത് സൈഡ് പൊട്ടിപ്പോവാണ്. അപ്പോൾ ചില നേരത്താണ് ഇതിൽ കൊള്ളണമില്ല, ഡ്രില്ലൊരു ഓട്ട വലുതാക്കിയിട്ട് പോകണം, അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. എന്നാലും കുഴപ്പമില്ല. നമ്മൾ ഈ ആണിയിട്ട് കഴിയണം കൂട്ടിൻ്റെ മേലെ വരുന്ന എല്ലാ ആണികളും ഇത് തന്നെ ഇടുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ കൂട്ടിൻ്റെ മേലെ പിന്നീട് ഒരു പണി എടുക്കാൻ പറ്റില്ല. മറ്റേതാകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. കൂട്ടിൻ്റെ മേലെ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ഇതാണ് ഓടിങ്ങനെ പരന്ന് കിടക്കുകയാണ്. ഇനേഷൻ്റെ ഭാഗമായിട്ട് എടുത്ത് വെച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഓടിങ്ങനെ പരന്ന് കിടക്കുന്നതുകൊണ്ട് അതിൽ നമ്മൾ തിരഞ്ഞെടുത്തിട്ട് ആണിയൊക്കെ ഇട്ടിട്ടാണ് കൊണ്ടുവരുന്നത്. അങ്ങനെ നമ്മൾ ഇനി PVC പൈപ്പൊക്കെ ഉള്ളതിൽ നമ്മൾ 2 മറ്റേ കെട്ടമ്പി അല്ല, തുരുമ്പെടുക്കാത്തൊരു കമ്പി ഉണ്ട്, അത് കെട്ടി വെക്കുകയാണ്. എന്നിട്ട് അതിലാണ് നമ്മൾ ടൈറ്റ് ചെയ്ത് കണ്ടാണ് എന്ത് ചെയ്യൽ, PVC കൊടുക്കൽ. PVC കുറച്ച് കൂടുതലാണ് വലിപ്പം. അപ്പോൾ നമ്മൾ അതിൻ്റെ 2 ഇഞ്ചോളം കട്ട് വെച്ച് കട്ട് ചെയ്യണേ. ആ നീളത്തിൽ 2 ഇഞ്ച് കട്ട് ചെയ്ത് കണ്ട് എന്നിട്ടാണ് അതിൻ്റെ മേലെ നമ്മൾ ഓട് കൗത്തൽ. മറ്റേത് PVC വലുതായി ഓടിൻ്റെ ഗ്യാപ്പ് വലുതായിരിക്കും, അതുകൊണ്ടാണ് ആവശ്യത്തിന് ആക്കിയിട്ട് കട്ട് ചെയ്യുക. എന്താ ഇനി മേലെ ഫിറ്റ് ചെയ്യണം. മേലെ ഫിറ്റ് ചെയ്ത് കറക്റ്റ് അതിൻ്റെ മേലെ കൗത്തി വെച്ചിട്ട് അതിന് ഹോൾസ് ഇട്ടിട്ട് അതിൽ ആ കെട്ടമ്പിയായിട്ട് കെട്ടമ്പില്ല കമ്പിയായിട്ട് കെട്ടും. എന്നിട്ട് അത് കെട്ടി നല്ല ടൈറ്റ് ചെയ്തിട്ടാണ് നമ്മൾ അതിൻ്റെ മേലെ ഹോൾസ് ആക്കിയാണ്ട് നമ്മളെ മൂലോടിനും ഹോൾസ് ഉണ്ടാവും, അതിൽ ആണിട്ട് കണ്ട് വെക്കൽ. അപ്പോൾ നമ്മൾ ഇത് കെട്ടുകയാണ്, നല്ല ടൈറ്റായി കെട്ടി. ഇനി ആ PVCൻ്റെ പൈപ്പ് എവിടേക്കും നീങ്ങി പോവില്ല, അതേപോലെ ടെമ്പറായി കിടന്ന്. ഇനി നമുക്കിതിൻ്റെ മേലെ നേരെ മൂല എടുത്ത് കമത്തി കൊടുത്താൽ മതി. ഒരു ഹോൾസ് ഇതിന്മേൽ കുത്തി കൊടുക്കുക, എന്നിട്ട് അതിൽ ആണിട്ടിട്ട് സെറ്റ് ചെയ്യുക. അങ്ങനെയാണ് പഞ്ഞി പരിപാടി. അപ്പോൾ അത് നമ്മൾ മേലത്തെ 4 കമ്പി വെച്ചിരുന്നു, 4 കമ്പിയും ടൈറ്റ് ചെയ്യാണ്. എന്നാൽ പിന്നെ ഇനി എവിടുക്കാനും മൂല ആ കെടുത്തവിടെ കെടുക്കും, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ പിന്നെ ഇനി അതിൻ്റെ മേലെ സിലിക്കോണും വെക്കും ഓടിൻ്റെ ഒപ്പം. പിന്നെ മൂലൻ്റെ ബാക്കിൽ ഹോൾസ് ഉണ്ടാവും, അതിൽ കൂടെ ഒരാണി നമ്മൾ പൈപ്പിലും കൊടുക്കും സിലിക്കോണും. അപ്പോൾ പിന്നെ എടുക്കും പോലെ ഏകദേശം രാത്രി ആയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഭയങ്കര വെയിൽ, സെറാമിക്കോട് ചൂടായി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മേലെ ഇരിക്കാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ അന്ന് ഏകദേശം മൂലോടിൻ്റെ പരിപാടികൾ തന്നെ കഴിക്കണം എന്നുള്ള തീരുമാനത്തിലായിരുന്നു. അപ്പോൾ ഏകദേശം മുക്കൊക്കെ കൂട്ടി വെച്ചിട്ട് പിന്നെ ഞങ്ങളന്ന് പോയി പിറ്റേ ദിവസം വന്നിട്ടാണ് ഈ പണി എടുക്കുന്നത്. അപ്പോൾ ഏകദേശം PVC പൈപ്പെല്ലാം ഫുള്ള് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. PVCൻ്റെ പൈപ്പ് എല്ലാ സൈഡിലും ഫിറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മേലെ മൂല വെച്ചാൽ മതി, ആ സെറ്റപ്പിൽ ആക്കി വെച്ചെല്ലാം. അങ്ങനത്തെ വെച്ച് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഓടെടുത്തിട്ട് കറക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ വെക്കണ്, സിലിക്കോൺ വെക്കണ്, ആ ഹോൾസ് കൂടെ ഒരു ആണി ഇറക്കി കൊടുക്കണം, എന്നിട്ട് അടുത്ത മൂല വെക്കണം. അങ്ങനെ നമ്മൾ ചെയ്താൽ അതിൻ്റെ ഒപ്പം സിലിക്കോണും വെക്കും. പിന്നെ ഒരിക്കലും ആണ്ടും കൊണ്ട് തിരിഞ്ഞ് പോവില്ല. സിലിക്കോൺ ടൈറ്റായി കഴിഞ്ഞാൽ ഇത് അവിടെ കിടന്നു. അപ്പോൾ ആ കോലത്തിലാക്കിയിട്ടുണ്ട്. ഇതൊക്കെ മേലിന്ന് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല, നമ്മളിപ്പോൾ ഉള്ള ആൾ അടിയിലായിരുന്നു, അപ്പോൾ അങ്ങനെ വെക്കാൻ പറ്റില്ല. അങ്ങനെ ഏകദേശം ഈ എല്ലാ മൂലയും കറക്റ്റ് ചെയ്ത് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്നുമില്ല, ഇനിയിപ്പോൾ ഒക്കെ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. എന്താണ് ഈ സൈഡിലും ഒക്കെ കഴിഞ്ഞ് അത് ഇപ്പോൾ ഫുള്ളായിട്ട് കഴിഞ്ഞ്. അപ്പോൾ കുറച്ച് കച്ചറകളൊക്കെ മാറ്റാണ്, അതൊക്കെ മാറ്റുന്നുണ്ട്. അതിൻ്റെ ഇടയിലാണ് പിന്നെ വീഡിയോ എടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഏകദേശം ഈ കോലത്തിലായിട്ടുണ്ട്. ഇപ്പോൾ മറ്റുള്ള ഭാഗങ്ങളൊക്കെ ഈ എല്ലാ ഭാഗവും നല്ല സെറ്റായി. നമ്മൾ ആദ്യം കാണിച്ചിരുന്ന ആ ഭാഗങ്ങളൊക്കെ സെറ്റായി. അടുത്ത പുതിയ വീഡിയോയുമായി വരാം. ഓക്കെ, താങ്ക് യു.